നമസ്കാരം പ്രിയമുള്ളവരെ, ഈ ചോദ്യപേപ്പർ ചോർച്ചയുമായി ബന്ധപ്പെട്ട് കോക്രോച്ച് ജനതാ പാർട്ടി നടത്തുന്ന സമരം അത് ന്യായീകരിക്കപ്പെടേണ്ടത് ആണ് എന്ന ഒരു വിലയിരുത്തലാണ് എനിക്കുള്ളത്. കാരണം സ്വാഭാവികമാണ്, അതൊരു ജനാധിപത്യ വ്യവസ്ഥയിൽ ചോദ്യപേപ്പറുകളൊക്കെ ചോരുമ്പോൾ വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങൾ പ്രതിഷേധവുമായി രംഗത്തിറങ്ങുക സ്വാഭാവികമാണ്. അതിനെ അടിച്ചമർത്തുന്ന രീതി ഒട്ടും ന്യായീകരിക്കപ്പെടുവാൻ തരമില്ല. കാരണം ഒന്നോ രണ്ടോ മൂന്നോ പ്രാവശ്യമല്ല ഈ ചോദ്യപേപ്പർ ചോർന്നിട്ടുള്ളത്. ഏകദേശം 189ഓളം പ്രവേശന പരീക്ഷകളുടെ ചോദ്യപേപ്പറുകൾ ചോർന്നിട്ടുണ്ട്. അതായത് ഒന്നോ രണ്ടോ പ്രാവശ്യമൊക്കെ ചോർന്നാൽ നമുക്ക് കേന്ദ്ര മന്ത്രിസഭയും നരേന്ദ്രമോദിയെയും ഒപ്പം ഏഹ്, വിദ്യാഭ്യാസ വകുപ്പ് കൈകാര്യം ചെയ്യുന്ന ധർമ്മേന്ദ്ര പ്രധാനെയും ഒക്കെ ന്യായീകരിക്കാം. കാരണം സ്വാഭാവികം, ഒന്നോ രണ്ടോ പ്രാവശ്യമൊക്കെ ഏത് വ്യവസ്ഥതയിലായാലും എത്ര കാര്യക്ഷമമായാലും ചോദ്യപേപ്പർ ചോരുവാൻ സാധ്യതയുണ്ട്. പക്ഷേ 189 പ്രാവശ്യം എന്ന് പറയുമ്പോൾ ഇത്തരം കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന വ്യക്തിത്വങ്ങൾ, കേന്ദ്ര മന്ത്രിസഭയിലുള്ള വ്യക്തിത്വങ്ങൾ അതിന് പ്രാപ്തരല്ല. രാജിവെച്ചു പോകണം എന്നതാണ് യാഥാർത്ഥ്യം. കാരണം 189ഓളം പ്രാവശ്യം ചോദ്യപേപ്പർ ചോർന്നു കഴിഞ്ഞു. 29ഓളം വിദ്യാർത്ഥികൾ അതുമായി ബന്ധപ്പെട്ട് നീറ്റ് പരീക്ഷയുടെ ചോദ്യപേപ്പറുമായി ബന്ധപ്പെട്ട് മാത്രം അവരുടെ ഭാവി അവതാളത്തായതിൻ്റെ പേരിൽ ആത്മഹത്യ ചെയ്തു. മൊത്തം 189ഓളം വിദ്യാർത്ഥികൾ ആത്മഹത്യ ചെയ്തു എന്നാണ് പറയുന്നത്. കുറച്ചധികം വിദ്യാർത്ഥികൾ ട്രോമയിലാണ്. കാരണം ഈ പരീക്ഷ വളരെ പാടുപെട്ട് എഴുതി പാസ്സായി ഉന്നത റാങ്ക് നേടുന്നു. പിന്നെ പരീക്ഷയിൽ ചോദ്യപേപ്പർ ചോർന്നതിൻ്റെ പേരിൽ ആ പരീക്ഷ റദ്ദാക്കുന്നു. അപ്പോൾ അങ്ങനെയും കുറച്ച് വിദ്യാർത്ഥികളെ ബാധിക്കാറുണ്ട്. അങ്ങനെ വിദ്യാർത്ഥികളുടെ ഭാവി ആകമാനം അവതാളത്തിലാകുന്ന ഒരു സന്ദർഭത്തിൽ അവരുടെ പ്രതിനിധികളായ ഒരുപക്ഷേ കോക്രോച്ച് ജനതാ പാർട്ടിയൊക്കെയും സമരമുഖത്തേക്ക് എത്തിയേക്കാം. ഒരു ജനാധിപത്യ പ്രസ്ഥാനം എന്ന രീതിയിൽ കോൺഗ്രസ് അതിന് പിന്തുണ പ്രഖ്യാപിച്ചേക്കാം. കാരണം ഇപ്പോൾ ബി.ജെ.പി ആണ് പ്രതിപക്ഷത്താണെങ്കിൽ പോലും ബി.ജെ.പി ഈ സമരങ്ങൾ ഏറ്റെടുക്കും. കോൺഗ്രസിൻ്റെ പ്രധാനമന്ത്രിയാണെങ്കിൽ സമരരംഗത്തുണ്ടാകും എന്നതാണ് യാഥാർത്ഥ്യം. അതിന് ബി.ജെ.പി കൊടുക്കുന്ന ഒരു ന്യായീകരണം, അല്ലെങ്കിൽ കേരളത്തിലെ സംഘപരിവാര പ്രൊഫൈലുകൾ കൊടുക്കുന്ന ഒരു ആരോപണം എന്ന് പറയുന്നത് ഇത് ജിഹാദികളുടെ കളിയാണ്, ഇത് ചൈനയുടെയും പാകിസ്ഥാൻ്റെയും ഒക്കെ പണം വാങ്ങിച്ചുകൊണ്ട് ചെയ്യുന്ന കളിയാണ് എന്നാണ്. ഇത് ഇന്ത്യയിലെ വിദ്യാർത്ഥികളുടെ ആകമാനം ഭാവിയെ ബാധിക്കുന്ന ഒരു കാര്യമാണ്. അതിനെതിരെ ജനാധിപത്യ പ്രസ്ഥാനങ്ങളും ഒപ്പം വിദ്യാർത്ഥികളും ഒക്കെ രംഗത്തിറങ്ങും എന്നത് യാഥാർത്ഥ്യവുമാണ്. അതിനെ ഏതെങ്കിലും ശത്രുരാജ്യത്തിൻ്റെ തലയിൽ കൊണ്ടുവെക്കേണ്ടതോ അല്ലെങ്കിൽ ജിഹാദികൾ എന്ന് പറഞ്ഞ് ആക്ഷേപിക്കേണ്ട കാര്യമോ ഒന്നുമില്ല. കാരണം ഈ സമരം ചെയ്യുന്ന വിദ്യാർത്ഥികൾ അധികവും ബി.ജെ.പിക്ക് വലിയ പവറുള്ള, വലിയ ശക്തിയുള്ള സ്ഥലങ്ങളിൽ നിന്ന് വരുന്ന ആളുകളാണ്. ബീഹാറിൽ നിന്നും ഒപ്പം ഗുജറാത്തിൽ നിന്നും യു.പിയിൽ നിന്നും ഒക്കെ വരുന്ന വിദ്യാർത്ഥികളാണ് സമരരംഗത്തുള്ളത്. അതൊക്കെയും ഒരുപക്ഷെ ബി.ജെ.പി കുടുംബത്തിൽ നിന്ന് വരുന്ന ആളുകളായിരിക്കും. ബി.ജെ.പിയുടെ ശക്തമായ സ്വാധീനമുള്ള മേഖലകളിൽ നിന്ന് ഉള്ള ആളുകളാണ് തങ്ങളുടെ വിദ്യാർത്ഥികളുടെ ഭാവി അവതാളത്തിലാക്കുന്ന ഈ നടപടികൾക്കെതിരെ രംഗത്തു വരുന്നത് എന്നത് യാഥാർത്ഥ്യമാണ്. അതിന് ഏതെങ്കിലും വർഗീയതയുടെയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും മുഖം കൊടുത്ത് ബി.ജെ.പിക്ക് രക്ഷപ്പെടുവാൻ കഴിയും എന്നെനിക്ക് തോന്നുന്നില്ല. ഇനി നമ്മൾ ചരിത്രം പരിശോധിച്ചാൽ ബി.ജെ.പി തന്നെ ഇത്തരം സമരങ്ങളുടെയൊക്കെയും ഭാഗമായിരുന്നിട്ടുണ്ട്. 1989-90 കാലഘട്ടത്തിൽ വി.പി. സിംഗ് സർക്കാർ മണ്ഡൽ കമ്മീഷൻ റിപ്പോർട്ട് നടപ്പാക്കാൻ തീരുമാനിക്കുമ്പോൾ, മണ്ഡൽ വിരുദ്ധ വിദ്യാർത്ഥി സമരങ്ങൾ നടക്കുമ്പോൾ അന്ന് ഒരുപാട് വിദ്യാർത്ഥികൾ ഈ ഡൽഹിയിലൊക്കെ പാർലമെൻറ്റിന് മുന്നിലൊക്കെ തീ കൊളുത്തി മരിക്കുന്ന സന്ദർഭമുണ്ടായി. അന്നൊക്കെയും ആ സമരങ്ങൾക്ക് പ്രചോദനമായി നിന്നത് ബി.ജെ.പി ആണ് എന്നൊരു യാഥാർത്ഥ്യമുണ്ട്. അന്ന് പ്രതിപക്ഷ നേതാവായിരുന്ന എൽ.കെ. അദ്വാനി ഈ വിദ്യാർത്ഥി സമരങ്ങളുടെ വേദികൾ സന്ദർശിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അത് സ്വാഭാവികമാണ്. വിദ്യാർത്ഥി പ്രക്ഷോഭങ്ങൾക്കൊപ്പം പ്രതിപക്ഷം നിൽക്കുക എന്നത് അത് ഇന്ത്യയുടെ ഒരു ജനാധിപത്യ വ്യവസ്ഥയുടെ ഭാഗമാണ്. പക്ഷേ എന്തുകൊണ്ടാണ് ഈ സമരം എന്തിനാണ് നടത്തുന്നതോ അല്ലെങ്കിൽ എന്താണ് ഈ സമരമെന്നോ അറിയാത്തത് കൊണ്ടായിരിക്കാം ഈ സർക്കാർ വിരുദ്ധ സമരങ്ങളെയൊക്കെയും ബി.ജെ.പി ഈ ജിഹാദികളുടെ സമരം അല്ലെങ്കിൽ ജിഹാദി പിന്തുണയോടെ നടത്തുന്ന സമരം എന്ന് പറഞ്ഞ് അവഹേളിച്ച് കളയുന്നതുകൊണ്ടായിരിക്കാം ഈ സമരം, ഈ പാറ്റകളുടെ സമരം എന്തിനെന്നോ ഈ നീറ്റ് പരീക്ഷ എന്തെന്നോ അറിയാത്ത സൈബറിടങ്ങളിലെ സംഘികളൊക്കെയും ഇപ്പോൾ വന്ന് ഈ പാറ്റകളുടെയും ഒപ്പം കോൺഗ്രസിൻ്റെയും സമരത്തെ ജിഹാദികളുടെ പിന്തുണയോടുകൂടെ നടത്തുന്ന സമരം എന്നൊക്കെ പറഞ്ഞ് ആക്ഷേപിക്കുന്നു എന്നത് വിരോധാഭാസമാണ്. കാരണം എന്തിനാണ് ഈ സമരം, എന്തിനു വേണ്ടിയായിരുന്നു എന്ന് നമ്മൾ കൃത്യമായി അറിയേണ്ടതുണ്ട്. നീറ്റ് പരീക്ഷയുടെ ഉൾപ്പെടെ 189ഓളം പരീക്ഷകളുടെ ചോദ്യപേപ്പർ ചോർന്നിരിക്കുന്നു എന്നതാണ് യാഥാർത്ഥ്യം. വിദ്യാർത്ഥികളുടെ ഭാവി അവതാളത്തിലാക്കുന്നു എന്ന കാര്യത്തിൽ സംശയമില്ല. മറ്റൊന്ന്, ഈ പരീക്ഷാ പേപ്പറുകളൊക്കെ ചോർന്ന് എവിടെയാണ് കിട്ടിയത് എന്നൊരു ചോദ്യം കൂടി ഉയരുന്നുണ്ട്. ആരൊക്കെയാണ് ഈ ഉന്നത പരീക്ഷകൾ എഴുതി ഈ നമ്മുടെ നാട്ടിലെ ഉയർന്ന പദവികളിലേക്ക് എത്തുന്നത് എന്ന ചോദ്യവും ഉയരേണ്ടതുണ്ട്. കാരണം എന്തായാലും ബി.ജെ.പിയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ആളുകൾക്കൊക്കെ ആയിരിക്കാം ഈ ചോദ്യപേപ്പർ ചോർന്ന് കിട്ടുക എന്ന ഒരു സംശയവും മാധ്യമങ്ങളൊക്കെ പ്രകടിപ്പിക്കുന്നുണ്ട്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് ചർച്ചകൾ വരേണ്ടതാണ് എന്നതാണ് ഏറ്റവും പരമപ്രധാനമായ യാഥാർത്ഥ്യം. എന്തായാലും കോൺഗ്രസ് ഈ സമരത്തെ ഉപയോഗപ്പെടുത്തുവാൻ തന്നെ തീരുമാനിച്ചിട്ടുണ്ട് എന്ന വസ്തുതയാണ് വിലയിരുത്തൽ ഒക്കെ വരുമ്പോൾ വ്യക്തമാകുന്നത്. പ്രത്യേകിച്ചും വളരെ കണ്ണിങ് ആയിട്ട് തന്നെ രാഹുൽ ഗാന്ധി ഈ പ്രശ്നത്തിൽ ഇടപെട്ടിട്ടുണ്ട്. കാരണം ഈ സമരത്തിൻ്റെ ഒരു സ്വഭാവം
സ്വഭാവം നോക്കിയാൽ മനസ്സിലാകും. രാഹുൽ ഗാന്ധി വിദേശ യാത്ര കഴിഞ്ഞ് വരുന്ന സമയത്താണ് ഈ സമരങ്ങളൊക്കെയും തുടങ്ങുന്നത്, അത് ശക്തമാകുന്നത്. പ്രത്യേകിച്ച് രാഹുൽ ഗാന്ധി ഇന്നലെ ഇടപെട്ട ആ ആ ആ നയതന്ത്രജ്ഞത തന്നെ ഈ സമരത്തിൽ രാഹുൽ ഗാന്ധിയുടെ ഒരു ഇനിഷ്യേറ്റീവ് വ്യക്തമാക്കുന്നതാണ്. കാരണം ആദ്യമൊക്കെ രാഹുൽ ഗാന്ധി ഈ സമരത്തിൽ അനുകൂലമല്ല എന്ന രീതിയിൽ മാധ്യമ റിപ്പോർട്ടുകൾ ഉണ്ടാകുന്നു. ഈ സമരത്തിൽ നിന്ന് വിട്ടുനിൽക്കാനാണ് തീരുമാനമെന്ന രീതിയിൽ, കോൺഗ്രസിൻ്റെ തീരുമാനമെന്ന രീതിയിൽ മാധ്യമ റിപ്പോർട്ടുകൾ കാണുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും BJP ഒന്ന് ആശ്വസിക്കും. കാരണം കോൺഗ്രസ് ഇന്ത്യയിലെ ഏറ്റവും വലിയ പ്രതിപക്ഷ പ്രസ്ഥാനമാണ്. അത് ഈ സമരം ഏറ്റെടുത്തു കഴിഞ്ഞാൽ രാജ്യവ്യാപകമാകും ആ സമരം. പക്ഷേ രാഹുൽ ഗാന്ധിയും മനസ്സിൽ ഈ സമരത്തോടൊപ്പം നിൽക്കണം എന്ന തീരുമാനം ഉണ്ടാകുന്നതോടൊപ്പം തന്നെ അത് അദ്ദേഹം പ്രകടിപ്പിക്കുന്നില്ല. ഒരുപക്ഷെ പ്രകടിപ്പിച്ചു കഴിഞ്ഞുവെങ്കിൽ ഇന്നലെ രാഹുൽ ഗാന്ധി ആ സമരവേദിയിൽ എത്തുന്നത് തടയപ്പെട്ടേനെ. അങ്ങനെയാണെങ്കിൽ സമരത്തിന് ഇത്ര വലിയ ഒരു ശ്രദ്ധ കിട്ടുമായിരുന്നില്ല. രാഹുൽ ഗാന്ധി സമരത്തിനോടൊപ്പമാണ് എന്ന് ഇന്നലെ പത്രക്കാരെ കണ്ടപ്പോൾ പറഞ്ഞുവെങ്കിൽ ഒരുപക്ഷെ രാഹുൽ ഗാന്ധി ആ സമരവേദിയിൽ എത്തുന്നത് തടസ്സപ്പെട്ടേനെ. ഇനി മറ്റൊരു കാര്യം, രാഹുൽ ഗാന്ധി ആ സമരവേദിയിലെത്തിയ ഒരു തന്ത്രജ്ഞതയാണ്. കാരണം ഇന്നലെ കോൺഗ്രസിൻ്റെ അഖിലേന്ത്യാ പ്രസിഡന്റ് മല്ലികാർജ്ജുൻ ഖാർഗെയുടെ ജന്മദിനമായിരുന്നു. അദ്ദേഹത്തിൻ്റെ വസതിയിൽ ജന്മദിനം ആഘോഷിക്കുന്നതിന് വേണ്ടി കോൺഗ്രസിൻ്റെ MP-മാർ എത്തിയിട്ടുണ്ടായിരുന്നു. അവരോട് ഒരിക്കലും രാഹുൽ ഗാന്ധി പറഞ്ഞില്ല ഈ സമരവേദിയിലേക്ക് ഞങ്ങൾ പോകുന്നുണ്ടെന്ന്. എങ്കിൽ ആ വിവരം ചോർന്നേനെ, സുരക്ഷാ ഉദ്യോഗസ്ഥർ അത് തടഞ്ഞേനെ. പ്രത്യേകിച്ചും ഈ സമരം അന്ന് അപ്പോൾ CJP സംഘടിപ്പിച്ചിരിക്കുന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വസതിക്ക് മുൻപിലാണ്. അത് അതീവ സുരക്ഷയുള്ള ഒരു മേഖലയാണ്. അവിടേക്ക് രാഹുൽ ഗാന്ധിയും കോൺഗ്രസിൻ്റെ MP-മാരും എത്തുന്നത് തടയപ്പെട്ടേനെ. മറിച്ച് രാഹുൽ ഗാന്ധി ആ ബർത്ത്ഡേ ഫംഗ്ഷനൊക്കെ കഴിഞ്ഞിട്ട് തൻ്റെ വാഹനത്തിന് പിന്നാലെ വരുവാൻ കോൺഗ്രസ് MP-മാർക്ക് നിർദ്ദേശം നൽകിയായിരുന്നു. ആ വാഹനം ഓടിച്ച് നരേന്ദ്രമോദിയുടെ വസതിയുടെ മുന്നിലെത്തി. അവിടെ CJP പ്രവർത്തകർ സമരം ചെയ്യുകയായിരുന്നു, പ്രതിഷേധം ചെയ്യുകയായിരുന്നു. ആ പ്രകടനങ്ങൾക്കൊപ്പം, ആ പ്രതിഷേധത്തിനൊപ്പം കോൺഗ്രസിൻ്റെ MP-മാരും രാഹുൽ ഗാന്ധിയും ചേരുകയായിരുന്നു. അതാണ് വളരെ കണ്ണിങ്ങായിട്ട് തന്നെ രാഹുൽ ഗാന്ധി നീങ്ങിയിട്ടുണ്ട് എന്ന് പറയുന്നത്. അല്ലായിരുന്നെങ്കിൽ ഒരുപക്ഷെ അവിടെ ഇന്നലെ ഈ പ്രക്ഷോഭങ്ങൾക്ക് അല്ലെങ്കിൽ ആ സമരവേദിയിലേക്ക്, പ്രധാനമന്ത്രിയുടെ വീട്ടിന് സമീപത്തേക്ക് രാഹുൽ ഗാന്ധിക്ക് എത്തുവാൻ കഴിയുമായിരുന്നില്ല. അതിനു മുമ്പ് തന്നെ രാഹുൽ ഗാന്ധി അറസ്റ്റ് ചെയ്യപ്പെട്ട് നീക്കിയേനെ. പക്ഷേ ഇന്നലെ വളരെ കൃത്യമായിട്ട് രാഹുൽ ഗാന്ധിക്കെതിരെ നടന്ന കയ്യേറ്റങ്ങളൊക്കെയും ദേശീയ വ്യാപകമായി ചർച്ചയായി. പ്രത്യേകിച്ചും MP-മാർ ഡീൻ കുര്യാക്കോസ്, KC വേണുഗോപാൽ ഉൾപ്പെടുന്ന MP-മാർക്കെതിരെയും ഇന്നലെ പോലീസിൻ്റെ പ്രയോഗങ്ങളുണ്ടായി. മാത്രമല്ല ഇന്നലെ പോലീസിനെ കൂടാതെ അവിടെ ഗുണ്ടകളുണ്ടായിരുന്നു എന്ന രീതിയിലുള്ള മാധ്യമ റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. ഇത് രാജ്യവ്യാപകമായി ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്. ഇത് BJP സംബന്ധിച്ച് തിരിച്ചടിയാകുമെന്ന കാര്യത്തിൽ സംശയമില്ല. കാരണം BJPക്ക് വളരെ സ്ട്രോങ് ഹോൾഡുള്ള സംസ്ഥാനങ്ങളിൽ നിന്നുള്ള വിദ്യാർത്ഥികൾ ഈ സമരപന്താവിലുണ്ട്. ഒരുപക്ഷെ ഈ സമരത്തിന് ഒപ്പം നിന്ന് പോകുന്നത് കോൺഗ്രസിൻ്റെ ഒരു തിരിച്ചുവരവിന് കാരണമായേക്കാമെന്ന രാഷ്ട്രീയ വിശകലനങ്ങൾ തന്നെയാണ് പുറത്തു വരുന്നത്. എന്തായാലും രാഹുൽ ഗാന്ധി വളരെ കണ്ണിങ്ങായിട്ട് തന്നെ ഈ പ്രശ്നങ്ങളിൽ ഇടപെട്ടിട്ടുണ്ട് എന്ന വിശകലനങ്ങൾ പുറത്തു വരികയാണ്. പ്രത്യേകിച്ചും ദേശീയ തലത്തിൽ ഇന്ത്യ മുന്നണി പൊളിക്കുവാനുള്ള ആസൂത്രിത ശ്രമങ്ങൾ BJP നടത്തുന്നതിനിടയിൽ കോൺഗ്രസിൻ്റെ തന്ത്രപരമായ ഒരു നീക്കം എന്ന് നമുക്കിതിനെ വിലയിരുത്താം. തൽക്കാലം ഈ വീഡിയോ ഇവിടെ വാങ്ങിയാണ്. ഒരു വീഡിയോ കടന്നു വരും. നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്.